അഫ്ഗാനിസ്ഥാനെ നേരിടാനിരിക്കുന്ന ഇംഗ്ലണ്ടിനെ കനത്ത തിരിച്ചടിയാണ് ഇപ്പോൾ നേരിട്ടത്. ഇംഗ്ലണ്ടിന്റെ ബൌളിംഗ് ഓൾറൗണ്ടറായ ബ്രൈഡൻ കാർസെ പരിക്കിനെ തുടർന്ന് ഇനി ചാമ്പ്യൻസ് ട്രോഫിയിലെ ബാക്കിയുള്ള മത്സരത്തിൽ കളിക്കില്ല. പകരക്കാരനായി റഹാൻ അഹമ്മദിനെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്രൈഡൻ കാർസിന് പരിക്കേറ്റതിനാൽ ടൂർണമെന്റിലെ ശേഷിക്കുന്ന മത്സരങ്ങളൊന്നും അദ്ദേഹത്തിന് ഇനി കളിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തിനെ ഒഴിവാക്കിയത് ഇംഗ്ലീഷ് ടീമിന് വലിയ തിരിച്ചടിയാണ്. കാർസെ ഒരു ബൌളിംഗ് ഓൾറൗണ്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് പകരം ഇംഗ്ലണ്ട് ഒരു സ്പിന്നറെയാണ് ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. കാരണം അവർ ഇനി സെമി ഫൈനലിലോ എത്തിയാൽ സ്പിന്നർമാരുടെ പങ്ക് വളരെ വലുതാണ്. അക്കാരണത്താലാണ് റഹാന് ടീമിൽ ഇടം ലഭിച്ചത്. റഹാൻ അഹമ്മദിന്റെ റെക്കോർഡ് നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു ലെഗ് സ്പിന്നറാണ്. ഇംഗ്ലണ്ടിന് വേണ്ടി ഇതുവരെ 21 അന്താരാഷ്ട്ര മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 44 വിക്കറ്റുകളും നേടിയിട്ടുണ്ട്. 6 ഏകദിന മത്സരങ്ങളാണ് അദ്ദേഹം കളിച്ചിട്ടുള്ളത്. അതിൽ 10 വിക്കറ്റും നേടിയിട്ടുണ്ട്. ഈ ആഴ്ച അവസാനത്തോടെ റഹാൻ അഹമ്മദ് പാകിസ്ഥാനിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം 26-ാം തീയതിയാണ്. ആ മത്സരം കളിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അടുത്ത മത്സരം ഡു ഓർ ഡൈ എന്ന നിലയിലാണ്. ഫെബ്രുവരി 26-ന് അഫ്ഗാനിസ്ഥാനെതിരെയാണ് ഇംഗ്ലണ്ടിന്റെ അടുത്ത മത്സരം. ലാഹോറിലെ ഗദ്ദാഫി സ്റ്റേഡിയത്തിലാണ് ഈ മത്സരം നടക്കുന്നത്. നേരത്തെ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ ടീമിന് കനത്ത തോൽവിയാണ് നേരിട്ടത്. ഇനി ടീമിന് അഫ്ഗാനെതിരായ മത്സരം എന്ത് വില കൊടുത്തും ജയിക്കേണ്ടി വരും. ഈ മത്സരത്തിൽ ജാമി ഓർട്ടനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താൻ കഴിയുമെന്നാണ് അവർ കരുതുന്നത്. ഓസ്ട്രേലിയക്കെതിരായ ആദ്യ മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 351 റൺസ് നേടിയിട്ടും അവർക്ക് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. എന്നാൽ ഓപ്പണർ ബെൻ ഡക്കറ്റ് മികച്ച ഇന്നിംഗ്സാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ അഫ്ഗാനെതിരായ മത്സരം ഇംഗ്ലണ്ടിനെ ഡു ഓർ ഡൈ എന്ന അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ഈ മത്സരത്തിൽ തോറ്റാൽ ടീം ടൂർണമെന്റിൽ നിന്നും പുറത്തു പോയേക്കാം. ഈ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാൻ തോറ്റാലും അവരും ടൂർണമെന്റിൽ നിന്നും പുറത്തു പോകും. കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.